അങ്ങനെ എക്സാം കഴിഞ്ഞ സന്തോഷത്തിലാണ് കല്യാണി. നല്ല മഴയാണ് ഇപ്പോൾ സൗദിയിൽ. അതുകൊണ്ട് മഴയൊക്കെ കുറച്ചേരം ആസ്വദിച്ചിരുന്നിട്ട് അകത്ത് കയറാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും. കുറേ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഡിസംബറിലെ എടുത്ത് വെച്ചിരുന്നതായതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. പക്ഷേ കുറച്ചു ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആകുന്നുണ്ടായിരുന്നു. പോകുന്നതിൻ്റെ അന്ന് വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമോ എന്നോർത്തിട്ട്. ഇത് പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയ ടൈമിൽ ടയർ പഞ്ചറായതാണ്. പിന്നെ കുറച്ച് നേരം നടു റോഡിലായിരുന്നു. പിന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 11:30 ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റിൽ നേരത്തെ എയർപോർട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനത് കൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം ഞാനൊരു എന്തായിരുന്നു ചോക്ലേറ്റ് ബ്രൗണി കേക്ക് കഴിച്ചു, ഒരു കോഫി കുടിച്ചു. കല്യാണി അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് കഥയൊക്കെ അടിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ കുറേ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നതിൻ്റെത് കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷന് ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ പോയത് ഞങ്ങളുടെ പുല്ലുരമ്പലത്തിലെ കാവടി ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല, ഇപ്പം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ച അമ്മ. എന്നാലും പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ 14-ാം തീയതി ആയിരുന്നു കാവടി. 14-ാം തീയതി വെളുപ്പിന് 1 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. കാവടി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആയിരിക്കില്ല എന്നുറപ്പുണ്ടല്ലോ, പിന്നെ അവർ ഉറങ്ങൂല എന്ന് പറയാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പ്രാവശ്യം സർപ്രൈസ് ഒന്നും ഇല്ലാതെ ഇറങ്ങി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്നൊരു കല്യാണിക്ക് ഒരു കൊച്ചു ബോക്സ് കിട്ടിയിട്ടുണ്ട്. കുറേ നേരം അതിൽ കളിച്ചിരിക്കുമായിരുന്നു. സാധാരണ കല്യാണി ഫ്ലൈറ്റിൽ കയറി അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല. ഈ പ്രാവശ്യം കുറച്ച് വലിയ കുട്ടി ആയതുകൊണ്ടാണോ അതോ വിൻഡോ സീറ്റ് കിട്ടാനത് കൊണ്ടാണോ എന്നറിയില്ല, ഈ പ്രാവശ്യം അടങ്ങിയിരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ കിടന്നുറങ്ങി. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഒരു സ്നാക്സ് ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജ്യൂസും 2 സാൻഡ്വിച്ചും ഒരു ഡേറ്റ്സിൻ്റെ ബോക്സും പിന്നെ ചോക്ലേറ്റും ലബാനും വാട്ടറും ഒക്കെ ആയിട്ടൊരു ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എത്ര ടൈം നോക്കിയിട്ടും അങ്ങോട്ട് മൂവ് ആകുന്നേ ഇല്ലായിരുന്നു. സമയം പതുക്കെ പോകുന്ന പോലെ. നമ്മൾ എപ്പോൾ നോക്കിയാലും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ട്രാവൽ കാണും. അങ്ങനെ നിൽക്കണ പോലെയായിരുന്നു. നാട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണോ അതോ ആകാംക്ഷ കൊണ്ടാണോ എന്നറിയില്ല, ടൈം പോകുന്ന ഫീൽ ചെയ്യില്ലായിരുന്നു. കുറച്ച് നേരം ഞാനും കല്യാണിയൊക്കെ കളിച്ചിരുന്ന് പിന്നെ കുറച്ച് നേരം കല്യാണി കിടന്നുറങ്ങി. അങ്ങനെയൊക്കെ എങ്ങനെ ടൈം പോയി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ട് എത്തി. കൊച്ചി എയർപോർട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കല്യാണിക്ക് ഇതാ ഇവിടെ നിന്ന് എപ്പോഴും ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചെറിയ വീഡിയോ ഫോട്ടോ എടുത്തു. അങ്ങനെ നാട്ടിലെത്തി വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ. എത്തിയപ്പോഴേ ഒരു അടിപൊളി ഫീലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ചൂടിൻ്റെ സമയമായിരുന്നു. എൻ്റെ ഈശ്വരാ, ഓർക്കാൻ വയ്യ, ഇപ്പം ഭയങ്കര ചൂടാണ്. അങ്ങനെ നാട്ടിൽ യുദ്ധം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് ഈ യാത്രയില്ല. തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കിട്ടിയ ഫുഡ് കഴിച്ചു. അങ്ങനെ ആ പാൽപുട്ടും ബീഫും ഒക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാ എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ ഏകദേശം 12:45 1 മണി ടൈമായി വീട്ടിലെത്തിയപ്പം. എന്താ കല്യാണിയെ കാത്ത് കല്യാണിയുടെ ചേട്ടനും ധാനിയം വാവയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യക്കുട്ടനാണെങ്കിൽ 2.5 വയസ്സേ ഉള്ളൂ. എന്നിട്ട് ആൾ ഉറക്കം പോലും ഇല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെ പിന്നെ കല്യാണിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 3 മണി 3:30 ആയിക്കാണ് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ. ആദ്യക്കുട്ടൻ പോലും ഒരു 2 മണിയൊക്കെ ആയപ്പോഴായിരിക്കും കിടന്നുറങ്ങിയത്. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സന്തോഷത്തിലിരിക്കുമായിരുന്നു. ആദ്യക്കുട്ടനെ ശരിക്കും എനിക്കൊന്ന് ഫോണിൽ സംസാരിച്ചുള്ള ഓർമ്മയെ കാണത്തേ ഉള്ളൂ. 4 ആൾക്ക് കല്യാണിയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നാട്ടിൽ വന്ന് ഇനി അമ്മ എനിക്ക് ചക്ക എടുത്ത് വെച്ച്, ഞാൻ വന്നപ്പോഴേ ചക്കയുടെ ഇത് നോക്കിയത്. അപ്പം നാളെ വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നാട്ടിൽ കുറച്ച് നാൾ ആഘോഷിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കാന്നൊക്കെ പ്ലാനാണ്. പക്ഷെ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇത്രയും ചൂട് പ്രതീക്ഷിച്ചേ ഇല്ല. രാവിലെ എഴുന്നേറ്റ് അപ്പവും ബീഫ് കറിയും പിന്നെ എന്തായിരുന്നു വെജിറ്റബിൾ സ്റ്റൂവും ഒക്കെ, വെജിറ്റബിൾ കുറുമയൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ നേരെ ചക്ക കഴിക്കാനായിരുന്നു. കാരണം പഴുത്തയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ പഴുത്തയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയെല്ലാം കട്ട് ചെയ്ത് തന്ന് അങ്ങനെ പഴുത്തയൊക്കെ കഴിച്ച് ഇനി അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങനെ അപ്പൂപ്പൻ പറയും, കണ്ടോ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, അവൾ എന്നെ കാണാൻ ഇതുവരെ വന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച്
അച്ഛൻ്റെ അമ്മയെ കാണാൻ പോകണം തൃശ്ശൂർ, അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ. ഇതിന് ഹൈറ്റ് ഉണ്ട്, കയറാൻ പറ്റില്ല. അതും അവിടെ ഇരി, അമ്മമ്മയുടെ അടുത്തിരി. നീളം വെച്ചില്ലേ അമ്മ? അതായിരിക്കും. കഴിക്കാൻ ഭയങ്കര മടിയാ. അത് കേറിയിരിക്കേ, കേറിയിരി. എല്ലായിടും ജോലി ഉണ്ടമ്മേ, പക്ഷെ എയർപോർട്ട് മിക്കയിടത്തും ക്ലോസ് ചെയ്തേ ഉള്ളൂ. നമുക്കവിടെ കുഴപ്പമില്ല. ഒരു 2 ഇഡ്ഡലി എടുത്തിട്ട് 1 ഇഡ്ഡലിയൊക്കെ ചവച്ചെന്നോ അതോ കളഞ്ഞു. അതിനൊന്നും വേണ്ട, അതിന് കുറെ മുട്ടായി വായിലിട്ട് ചവച്ച് വയറ് നല്ല ഫുള്ള മുട്ടായി മുട്ടായി. ഇവിടുത്തെ രീതിയായിട്ടൊന്നും പൊരുത്തപ്പെട്ടു വരണം. അച്ഛൻ എപ്പോഴും ചോദിക്കും കല്യാണി കുഞ്ഞിലെ മുതൽ കുറച്ച് അപ്പൂപ്പ മോളാണ്. അപ്പൂപ്പൻ്റെ അടുക്കൽ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.